ഓഡിറ്റോറിയത്തിൻ്റെ അടുക്കളയിലുള്ളത്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബസുമതി റൈസ് കൊണ്ട് ലഗോൺ ബിരിയാണി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ മസാല കൂട്ടൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഒന്ന് ദമ്മായിട്ടുണ്ട്, 2 ദമ്മായിട്ടുണ്ട്, ബാക്കി ദമ്മുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചകൾക്ക് ശേഷമായിട്ട് അന്നത്തെ ഇതിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വാപ്പിടിയാക്കാണ്. തുടങ്ങിയല്ലേ? അപ്പോൾ ഓൾറെഡി 2 ദമ്മിട്ട് വെച്ചല്ലേ? 3 ദമ്മിട്ട് വെച്ച് 3 ദമ്മിടാണ്ട് ഇല്ലേ? ബസ്മതി റൈസിൽ ലഗോൺ ദമ്മ് ബിരിയാണി. ഇതെങ്ങനെ എല്ലാവരും നല്ല ടേസ്റ്റ് എല്ലാവരും അധികം ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയാണ്? അല്ല, ഇത് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ ഒരു വെറൈറ്റി ഉള്ള സാധനം. പക്ഷെ നമുക്ക് മസാല കൂട്ടിലൊക്കെ മിസ്സായി. മസാല കൂട്ടിൽ നമുക്ക് ടൈം വൈകില്ലേ? ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ? ഇപ്പം ഞങ്ങൾ അടുത്ത ദമ്മക്കുള്ള മസാല മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ മസാല ഇട്ടത് കുറച്ച് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. മാറ്റുകയാണല്ലേ? ഓക്കെ. ഇത് നമ്മുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ ദം ബിരിയാണി അല്ലേ? അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് അരി ഒരു 3/4 വേവിൽ വേവിച്ചെടുക്കുക ചെയ്യാം. എന്നിട്ട് അങ്ങോട്ട് മാറ്റുക കേട്ടോ. അതാണ് നമ്മുടെ നാട്ടിലൊരു സ്റ്റൈല് ദം ബിരിയാണി. അങ്ങനെ 3/4 വേവ് എത്തിയിട്ടുള്ള നമ്മുടെ ബസുമതി റൈസ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മസാല ഉണ്ടല്ലോ, ആ മസാലയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ദമ്മിടാനുള്ള ബാക്കി പരിപാടികളോ കാര്യങ്ങളുള്ളത്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഡാൽഡ ഉണ്ടല്ലോ, ഡാൽഡ കുറച്ചൊന്ന് മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് ചിലർ പറയും ഇത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് റൈസ് ഇട്ടല്ലേ എന്ന് പറയും. അവരുടെ നാട്ടിൽ ഒരു പക്ഷേ ദം ബിരിയാണി വേറെ സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. നമ്മുടെ നാട്ടിൽ ഈ രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ 3/4 വേവിലിട്ടിട്ടുള്ള നമ്മുടെ അടിയിൽ ചിക്കനും ഉണ്ട്, മുകളിൽ അതേപോലെ തന്നെ റൈസും ഇട്ടല്ല. എന്നിട്ട് അടിയിലും മുകളിലും കണ്ടില്ല കണലൊരുക്കിയിട്ട് ദമ്മിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. അങ്ങനെ ദമ്മിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗസ്റ്റുകൾ പുറത്ത് വരാനൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ഇനി ദമ്മ് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ മുകളിലിട്ട കണലൊക്കെ കണ്ടില്ല, അങ്ങനെ കിടന്നിട്ട് ആ കണലൊക്കെ കിട്ട അവസ്ഥയാണുള്ളത്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ നമ്മുടെ ദമ്മ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, ആ പുക ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോർമലി നമുക്ക് ബിരിയാണിയിൽ നിന്ന് കിട്ടുന്ന ആ സ്മെല്ല് പോലെയല്ല കേട്ടോ. ഈ റൈസിൽ വന്ന മാറ്റം കൊണ്ടായിരിക്കും ആ സ്മെല്ലിലും ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ ആർ കെ ജി ഇട്ടുകാണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കാനുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് ലെവലിലുള്ള ആ ഒരു ചോറുണ്ടല്ലോ, ഇതിങ്ങനെ കട്ട കുത്താതിരിക്കാനൊക്കെ ആയിട്ട് അതൊന്നും ഇങ്ങോട്ട് കുത്തി ഉടക്കുമല്ലേ, ഇന്ന രീതിയിൽ ഒന്ന് തട്ടി മാറ്റി ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിളമ്പുന്ന സമയത്ത് റൈസൊക്കെ വേറെയും ചിക്കൻ ഇതിനടിയിലുള്ള ചിക്കൻ മസാല ഒക്കെ വേറെയൊക്കെ ആയിട്ട് ഇടും. അത് വിളമ്പുന്ന സംഭവങ്ങളൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് റൈസ് ഒന്ന് കാണാം. അല്ല, നമ്മൾ നോർമൽ കാണുന്ന ബിരിയാണി എന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം പോലെ തന്നെ നമുക്കും തോന്നിയത്. അങ്ങനെ അടുപ്പിന് മുകളിലുള്ള വട്ടത്തിലുള്ള ചെമ്പ്, ബിരിയാണി ചെമ്പ് അങ്ങനെ നമ്മൾ ട്രോളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം അത് വിളമ്പുന്ന സെക്ഷനിലേക്ക് ഇത് പിടിച്ചു കൊണ്ടുപോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രോളിയിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. ഇനി ഇത് വിളമ്പുന്ന ഒരു രീതിയുണ്ട്. വട്ടത്തിലുള്ള വലിയൊരു ചെമ്പ് ഉണ്ടാവും, ആ ചെമ്പ് അവിടെ കയറ്റി വെച്ചിട്ട് ആ ചെമ്പിൻ്റെ ലേക്ക് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ദമ്മിട്ട് വെച്ച് ഇവിടെ കൊണ്ടുവന്ന ഇതുണ്ടല്ലോ ബിരിയാണി ഉണ്ടല്ലോ, അതിന് ആ ടോപ്പ് ലെവലിലുള്ള റൈസ് മാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഏകദേശം കൊണ്ട് കോരി ഒരു സൈഡിൽ നിന്ന് എടുക്കുക. സൈഡിൽ നിന്ന് കോരിയെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടിയിൽ അതിൻ്റെ മസാലയും ചിക്കനൊക്കെ കാണാൻ പറ്റും. അത് സെപ്പറേറ്റ് എന്ത് ചെയ്യും, നേരത്തെ ഇട്ടുള്ള വട്ടച്ചെമ്പിൻ്റെ ഒരു സൈഡിലേക്ക് അത് മാറ്റുകയും ചെയ്യും. എന്നിട്ട് ഇത് വിളമ്പുന്ന ഒരു രീതി ഉണ്ട് ടേബിളിലേക്ക്, ആ രീതിയും കൂടി നമുക്ക് നോക്കാം. ആ കണ്ടിലെ ആ ചിക്കനും മസാലയൊക്കെ എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നത്, നല്ല വേവ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സ്മെല്ലൊരു രക്ഷയില്ല കേട്ടോ. നീ കഴിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പറയുള്ളൂ. അടിയിൽ നിന്ന് മസാല ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു സൈഡിലേക്ക്, മറ്റേ സൈഡിലേക്ക് റൈസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഇതുണ്ടായിരുന്നു, എങ്ങനെ നമ്മളെ കുത്തുചോറ് പല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ തട്ടുചോറായിട്ട് ഡയറക്റ്റ് ആയിട്ടാണ്ട് പോയിട്ടാണ്. അപ്പോൾ മസാലയും റൈസും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് വിളമ്പുന്ന രീതിയിലുള്ളത്. ആ ചിക്കൻ കണ്ടില്ലേ, ചിക്കനും മസാലയൊക്കെ കൂട്ടിയിട്ട് ആ കൊറു കിടക്കാണ്ടില്ല, അതിൽ എല്ലുമെന്നൊക്കെ മാംസം കുറച്ചൊക്കെ കൊണ്ട് ഊരിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വേവായിട്ടുണ്ട്. കണ്ടില്ലേ, ആദ്യം തട്ടിലേക്ക് ഒരു കോരി ചോറിടും, പിന്നെ അതിൻ്റെ മുകളിലേക്ക് മസാല ഇടും, പിന്നെ വീണ്ടും ഒരു കോരി ചോറിടും, പിന്നെ നേരിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റും. അവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്ത് ചെയ്യുക, ഓരോ തട്ടാണ്ട് എത്തുമ്പോഴത്തിന് കൊണ്ടുപോയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട്. ഗസ്റ്റുകൾ വരാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, അല്ല ടേബിളിലേക്ക് കയറി ഇരിക്കാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ബാക്കി ടേബിളിലേക്ക് ചോറ് എത്തിക്കുന്ന ടൈമിലാണ് ഒരൊറ്റ ദം ബിരിയാണിയുടെ ഒരു പാത്രം കണ്ടില്ല കാലിയായത്.
ഈ അടിച്ചോറ് തിന്നാൻ വേറൊരു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് സമയമില്ല അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനും തിന്നാനൊക്കെ ആയിട്ട്. ആദ്യ ട്രിപ്പ് ആദ്യ ചെമ്പ് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ചെമ്പ് ഇതാ എടുക്കാനും വേണ്ടി പോവുകയാണ്. രണ്ടാമത്തെ ചെമ്പ് മാറ്റി ഇനി അടുത്ത ദമ്മുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി എന്ത് ചെയ്യും പെട്ടെന്ന് പൊട്ടിക്കും. ഇതിലൊക്കെ റെഡി ആയിട്ട് നിൽക്കട്ടാ. അവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ വെറൈറ്റികളുണ്ട്. ഇനി ഇതാ അടുത്ത ദമ്മ് പൊട്ടിക്കാനുള്ള പരിപാടിയിൽ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് നെയ്ച്ചോറ് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് മസാല കൂട്ടി കൊണ്ട് വരുന്ന സമയത്ത് അടിപൊളിയായിരിക്കും കേട്ടോ. ആളുകളിതാ ടേബിളിലേക്ക് ഇരുന്ന് തുടങ്ങി. അപ്പോൾ ടേബിളിൽ ഏതൊക്കെ ഐറ്റംസ് ഉള്ളതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ പള്ളിക്കറി ഉണ്ട്, ബീഫ് പള്ളിക്കറി, ചിക്കൻ 65, ഗീ റൈസ്, പിന്നെ നമ്മുടെ ബിരിയാണി, പിന്നെ സലാഡ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അടുത്ത ദമ്മ് കഴിഞ്ഞ് പെട്ടെന്നാണ് സാധനം തീർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകളുണ്ട് വന്ന് ടേബിളിൽ ഇരിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് പിന്നെ വലിവ് വരുമല്ലോ, അങ്ങനെ സാധനങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത ദമ്മ് ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല മൂവിങ് കൊണ്ട് കിട്ടാം. ഈ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് ബിരിയാണി. ഇത് 6 kg ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇവിടെ അടുത്ത സീൻ എന്താ അറിയാം, അത്യാവശ്യം ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെമ്പുകളൊക്കെ ഇവിടെ കാലിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെമ്പ് കണ്ടില്ലേ, അടിയിൽ തീ കൊടുത്ത് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ വലിവ് വരികയാണെങ്കിൽ ഈ സംഭവം കൂടി തീർന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ കൊടുക്കാനും സാധനമില്ല. അപ്പോൾ അഥവാ വലിവ് വരികയാണെങ്കിൽ കുറച്ചും കൂടി റൈസ് ഇടാനും വേണ്ടിയിട്ടാണ്. പുറത്ത് നല്ല ക്രൗഡാണ്, നമുക്കണ്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൗഡ് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതി ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റൈസിന് വേണ്ടിയിട്ട്, കാരണം ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി നല്ല അടിപൊളി തന്നെയാണ്. വന്ന ഗസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവാണ് ഇവിടെ ഇത്രയും ചെമ്പുകളുള്ള ബിരിയാണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്പെഷ്യലായിരുന്നു നമ്മുടെ പള്ളിക്കറി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.